നമ്മുടെ കഴക്കൂട്ട സ്കൂളിൽ പ്രവേശോത്സവത്തിന് ജി മുരളീധരൻ MLA മിഠായി വിതരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പോയപ്പോൾ അതിലൊരു കഴമ്പില്ല എന്നുള്ള തരത്തിൽ ഞാനങ്ങ് വിട്ടതായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തേ വരാത്തു, എന്തേ മിണ്ടാത്തു, എന്തേ വിശദീകരിക്കാത്തു എന്നൊക്കെ ഞാനിങ്ങനെ പ്രതീക്ഷയോടിരിക്കുമ്പോഴാണ് ഞാൻ പ്രതീക്ഷിച്ച ആൾ ഒരു വിശദീകരണവുമായി വന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ രവിചന്ദ്രൻ ദൈവം വന്നാണ് എല്ലാ പരിപാടിയും കലക്കുന്നത്. രവിചന്ദ്രൻ ദൈവം വന്നെങ്കിലേ കലങ്ങത്തുള്ളൂ. കാരണം പുള്ളി ഒരു ശാസ്ത്രജ്ഞനാണ്, നിരീശ്വരവാദിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നല്ല സംഘപരിവാർ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ പുള്ളി അതിൻ്റെ തന്ത്രപരമായി കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ മിടുക്കനാണ്. പുള്ളിയുടെ മുട്ടൻ പടം വെച്ചുള്ള പോസ്റ്റർ അടിച്ച് ആളുകളെ കൂട്ടിയാലും ഒരു 10-50 ആൾ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു ജ്ഞാനിയായ മഹാനായ മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വരാത്തതെന്തേ എന്ന് കാത്തിരിക്കുമ്പോൾ അദ്ദേഹം വിശദീകരണവുമായി വന്നു. അപ്പോൾ ഇനി പറയാതിരിക്കുന്നത് ശരിയല്ല. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വി മുരളീധരൻ MLA ഇട്ട് കൊടുത്തത് എന്തെങ്കിലും ശരീരത്ത് തൊടാതെ അയിത്തം കൊണ്ട് അകലം പാലിക്കാൻ വേണ്ടി എന്നൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. കാരണം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹൃദയത്തിനുള്ളിൽ ആ കുട്ടികളോട് തൊടുന്നതിനൊരു അയിത്തമൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ മേശപ്പുറത്ത് ഓരോരുത്തർക്ക് വേണ്ടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതിന് പകരം വേഗത്തിൽ ചിലപ്പോൾ ഇങ്ങനെ കൊഴിച്ചിട്ട് കൊടുത്ത് അങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെ ആ ക്ലിപ്പിനപ്പുറത്ത് ചിലപ്പോൾ ആർക്കെങ്കിലും ഓർമ്മ എടുത്ത് വെച്ചതും ഉണ്ടാവുമായിരിക്കും. അത് കുഴപ്പമില്ല, അതെനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നതിന് ആ പറയുന്ന കാര്യത്തിനൊരു മെറിറ്റ് വേണമല്ലോ. അപ്പോൾ അതിൽ വലിയ മെറിറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അദ്ദേഹത്തിന് വിയോജിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും തൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിദ്വേഷ രൂപേണ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ മുരളീധരൻ സാറ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഇപ്പം എന്താ പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയെയും മറ്റോരെയും മറിച്ചോരെയും എന്ന് വേണ്ട, കാര്യമായിട്ടുള്ളതിന് പറയുന്നെങ്കിൽ കുഴപ്പമില്ല. എന്ത് അപരാധവും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്ന ഒരാൾക്ക് ഇതൊരെണ്ണം തിരിച്ചു കിട്ടിയെന്നേ ഉള്ളൂ. നമ്മൾ സാറിന് പറയുമല്ലോ, കർമ്മ ഹിറ്റ് ബാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന് വന്നു എന്നേ ഉള്ളൂ. അതൊന്നുമല്ല എൻ്റെ വിഷയം. ഞാൻ അത് പറഞ്ഞല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ വലിയൊരു തെറ്റായിട്ടൊന്നും ഞാനതിനെ കാണുന്നില്ല. പക്ഷേ നമ്മുടെ സാക്ഷാൽ ഈ പറഞ്ഞ നമ്മുടെ രവിചന്ദ്രൻ ദൈവം രംഗത്ത് വന്നത് വിശദീകരിച്ചപ്പോൾ അത് പറഞ്ഞു. കുട്ടികൾക്ക് ബെഞ്ചിൽ മിഠായി വിതറി കൊടുത്ത് മാന്യതയായി തോന്നില്ല. പക്ഷെ ഇതിനെയൊക്കെ അയിത്തമായി കണക്കാക്കുന്ന ജാതി രാഷ്ട്രീയം ഇപ്പോഴും വർക്കാവും എന്നതിന്റെ തെളിവല്ല യുവർ ഒപ്പീനിയൻ. ഈ വി മുരളീധരൻ ഒരു ഫുൾ വീഡിയോ വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതും ഒരെണ്ണം കട്ട് ചെയ്യുന്നു, അതിനകത്തുനിന്ന് ഇറങ്ങി വരാത്തതും പിന്നെ ചിതറിയിട്ട് കൊടുക്കുന്നതും, അത് അവരുടെ മുന്നിലാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടായി. അങ്ങനെയാണെങ്കിൽ ഈ വിളമ്പാൻ തവി എന്തിനാ ഉപയോഗിക്കുന്നത്? അല്ലേ? എന്തൊരു മരയൂളയാണിത്, എന്തൊരു മരയൂളയാ. ഈ മരയൂളയൊക്കെയാണ് യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും മറുപടി പറയുന്ന ആളെന്നും പറഞ്ഞ് തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. എന്തൊരു മരയൂളത്തരവാണ്. തവി ഉപയോഗിക്കുന്നതും ഇതുമായി വല്ല ബന്ധമുണ്ടോ? അപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായി കൊടുക്കുന്നത് കൈകൊണ്ട് എന്തേ കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞതുപോലെ അതങ്ങനെയൊന്നും ഉദ്ദേശിച്ച് കാണത്തില്ല, തിരക്കാണെങ്കിലായിരിക്കും, അല്ലാതെ പുള്ളി അങ്ങനെയുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞാൽ ന്യായമാണ്. ഉടനെ പുള്ളി അതിലേക്ക് തവി കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേട്ടാൽ തോന്നും ഈ തവി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത്, ഒരു ആവശ്യമില്ലാത്ത, അതല്ലെങ്കിൽ പിന്നെ എല്ലാവരും എന്താ ചെയ്യുക, തവിയില്ലെങ്കിൽ തവി കൊണ്ട് കോരുന്നത് വല്ലതും ആർക്കെങ്കിലും വായിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ രവിചന്ദ്ര. ഇപ്പം നമ്മൾ സാധാരണ ചോറിടുന്നത് അത് തവി കൊണ്ടാണ് ഇടുന്നത്. അതിന് പകരം രവിചന്ദ്രനെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് വാ വളർന്നിട്ട് അതിലേക്ക് ആരെങ്കിലും ചൂട് ചോറ് വാരി വെച്ച് തരാൻ പറ്റുമോ? ചില സംസാരത്തിനൊക്കെ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മനുഷ്യത്വ വിരുദ്ധമാണ്. പിന്നെ കറി ഒഴിച്ചു കൊടുക്കാനാണ് 2ാമത് തവി ഉപയോഗിക്കുന്നത്. അതിന് പകരം ചട്ടിക്കകത്തെടുത്തുകൊണ്ട് വന്ന് ചരിച്ച് വായിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ ഒക്കുമോ? ഒരു ഉദാഹരണം പോലും മര്യാദയ്ക്ക് പറയാൻ കഴിയാത്ത യുക്തിവാദി, ഛാത്രവാദി എന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശമാണ്. കുറച്ച് ഉദാഹരണമെങ്കിലും ന്യായമായി പറയാൻ പറ്റുന്നത് പഠിക്കണ്ടേ? അതിന് മറുപടി പറയുമ്പോൾ തവി കൊണ്ട് എന്താ ചെയ്യുന്നതെന്നാണോ ചോദിക്കേണ്ടത്? അതാണോ അതിൻ്റെ ഉത്തരം? ഇതാണ് ഇവരുടെ യുക്തി. എന്നിട്ട് സാക്ഷാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെപ്പോലും ഈ സൈസ് മുണഞ്ഞ യുക്തി കൊണ്ടാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത്. അതാണ് വലുത് എന്നും പറഞ്ഞാണ് എല്ലാവരും നടക്കുന്നത്. അവിടെയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞത്. അതായത് ഒരു കുട്ടി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ കഥ വളരെ ചരിത്രപരമായി രവിചന്ദ്രൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അത്ര യുക്തിയും അത്ര ബോധവുമാണ് സത്യത്തിലുള്ളത്. യഥാർത്ഥത്തിൽ എനിക്ക് മുരളീധരൻ ഈ മിഠായി പൊട്ടിച്ചിട്ട് കൊടുത്തതിനേക്കാൾ വളരെ വിചിത്രമായി തോന്നിയത് ഈ ദൈവത്തിൻ്റെ ഉദാഹരണമാണ്.
പിന്നെ കവി എന്തിനാ? കവി തലയ്ക്കൊരു അടി തരാൻ അല്ല പിന്നെ